നൂറുന്നലാനൂർ പ്രകാശത്തിന്റെ മേൽ പ്രകാശമാണ്. അള്ളാഹുവിന്റെ നൂറ് വെറും പ്രകാശമല്ല, പ്രകാശത്തിന്റെ മേൽ പ്രകാശമാണ് എന്ന് പറഞ്ഞാൽ അത് കാണാൻ നമുക്ക് കഴിയില്ല. ഇത് പ്രകാശമാണ് സഹോദരങ്ങള്. കണ്ണ് വലിയ ബുദ്ധിമുട്ടാകുമെങ്കിലും എത്ര സമയം വേണമെങ്കിലും നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാം. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിക്ക്, നല്ല പ്രകാശമുള്ള ഒരു ടോർച്ച് എടുക്ക്, എന്നിട്ട് ഈ കത്തുന്ന ഹാലജന്റെ ലൈറ്റിലേക്കൊന്ന് അടിച്ചു നോക്ക്. നമ്മളടിക്കുന്ന പ്രകാശം അതിന് കാണാൻ കഴിയുമോ? ആ വെട്ടം, ആ ഒരു ടോർച്ച് എടുത്തിട്ട് ലൈറ്റ് എടുത്തിട്ട് നമ്മൾ ഇരുളിലേക്ക് അടിച്ചാൽ നമുക്ക് ആ പ്രകാശം കാണാം. പക്ഷേ ആ പ്രകാശം നമ്മൾ ഒരു ലൈറ്റിലേക്കാണ് അടിക്കുന്നതെങ്കിൽ ആ പ്രകാശം നമുക്ക് കാണാൻ കഴിയില്ല. എന്നതുപോലെ പടച്ചവന്റെ പ്രകാശം കാണാൻ ലോകത്തൊരു കണ്ണുകൾക്ക് കഴിയില്ല. അങ്ങനത്തെ അള്ളാന്റെ പ്രകാശത്തിന്റെ കോടികളിൽ ഒരു അംശമാണ് തുരസീനാ പർവ്വതത്തിന്റെ മുകളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോ മൂസാ നബി ബോധം കെട്ട് നിലംപൊത്തിപ്പോയി. പർവ്വതം പപ്പടം പോലെ പൊടിഞ്ഞിടുന്നിയെങ്കിൽ എന്റെ സഹോദരങ്ങളെ, പല സന്ദർഭങ്ങളിലും അള്ളാഹുവിനോട് സംസാരിച്ചതിന്റെ പേരിലാ മഹാനായ മൂസാ നബിക്ക് ആ പേര് കിട്ടിയത്. ഏത് പേര്? കഈമുള്ള എന്ന പേര് കിട്ടിയത് അള്ളാഹുവിനോട് ആശയവിനിമയം നടത്തിയ ആളെന്ന. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് അള്ളാഹുവിനോട് മൂസാ നബി ചോദിച്ചത്, അള്ളാഹുവേ, എനിക്ക് നിന്നെ എപ്പോഴും ഓർക്കാനും എനിക്ക് ദുആ ചെയ്യാനും ഒരു വാചകം എനിക്ക് പഠിപ്പിച്ചു തരുവോ അല്ലാ? ആ സെക്കൻഡിൽ അല്ലാഹുവിന്റെ മറുപടി വരികയാ, യാ മൂസാ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോ മൂസ നബിയേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയോ മൂസ നബിയേ. എന്നെ എപ്പോഴും ഓർക്കാൻ അത് മതി മൂസ നബിയേ. എന്നോട് ദുആ ചെയ്യുമ്പോ അത് പറഞ്ഞു ദുആരക്ക് നബിയെ ഞാൻ സ്വീകരിച്ചോളാം. ഇത് പറഞ്ഞപ്പോ മൂസാ നബിയുടെ പിടിവാശി അറിയണോ? മൂസാ നബിയുടെ ദുർവാശി അറിയണോ? മൂസാ നബി എന്താ പടച്ചവനോട് പറഞ്ഞത്? അല്ലാഹ് കുല്ലു ഇബാദിക യഖൂലു ഹാദാ. ആകാശത്തിന്റെ കീഴെയുള്ള മുഴുവനും മനുഷ്യരും നിന്റെ ദാസന്മാരും ഇത് പറയൂലേ പടച്ചവനെ? അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിച്ചത് യഖുസുനി ബിഹി, എനിക്ക് മാത്രമുള്ള എന്തെങ്കിലും ഒന്നാ ചോദിച്ചത്. എനിക്ക് മാത്രമായിട്ട് എന്തെങ്കിലും ഒന്ന് വേണം, അതാ ഞാൻ നിന്നോട് ചോദിച്ചത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിക്കാൻ, നിന്നെ എപ്പോഴും ഓർക്കാനും ദുആ ചെയ്യാനും ഒക്കെ ആയിട്ട് എനിക്ക് ഒരു കലിമത്ത് പഠിപ്പിച്ചതാ. അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്തതാ. എന്തിന്? അള്ളാഹിനെ ഓർക്കാനും ദുആ ചെയ്യാനും. അപ്പൊ നമ്മൾ എന്ത് വേണം? അള്ളാഹുവിനെ ഓർക്കാൻ എപ്പോഴും ഒന്ന് ചെല്ലണം. ദുആ ചെയ്യുമ്പോൾ അത് പറഞ്ഞിട്ട് ദുആരക്ക് അള്ളാഹു നമുക്ക് ഉത്തരം നൽകും.